Okay, listen here. Our universe. When we look up at the clear night sky, we see thousands of twinkling stars. On most nights, we also see the moon. Sometimes we can see a bright object which does not twinkle. These are planets. The word planet means wanderer. A planet is different from a star. എന്താണ്? It is about our universe. നമ്മുടെ ഈ ലോകത്തിനെ കുറിച്ച് അല്ലേ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നക്ഷത്രങ്ങളെ കുറിച്ചും നമ്മുടെ പ്ലാനറ്റ്സിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ പോർഷനിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോളാർ സിസ്റ്റം ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. സോ ലിസൺ, അവർ യൂണിവേഴ്സ്, നമ്മുടെ ഈ യൂണിവേഴ്സ് അല്ലേ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഈ വേൾഡിനെ കുറിച്ച് അല്ലേ, അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. വെൻ we look up at the clear night sky, we see thousands of twinkling stars. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രാത്രിയിൽ എങ്ങോട്ട് നോക്കുമ്പോൾ, ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അല്ലേ, എന്ത് കാണാൻ പറ്റുന്ന പറയുന്നേ? we see thousands of twinkling stars. ആയിരക്കണക്കിന് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. രാത്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സ്കൈ നല്ല ക്ലിയർ ആയിരിക്കും. പകലുള്ള പോലെ എന്താണ്, സൂര്യൻ ഉണ്ടാവില്ല, വെയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്ലിയർ ആയിട്ട് നോക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ എന്ത് കാണും? ഒരുപാട് നക്ഷത്രങ്ങൾ കാണാറുണ്ട് അല്ലേ. വി ലുക്ക് അപ്പ് അറ്റ് ദ ക്ലിയർ നൈറ്റ് സ്കൈ, വി സീ thousands ഓഫ് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്. ഒരുപാട് ആയിരക്കണക്കിന് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട് അല്ലേ, നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും. ദെൻ വൺ മോസ്റ്റ് നൈറ്റ് വി ഓൾസോ സീ ദ മൂൺ. മിക്കവാറും രാത്രികളിൽ എന്താണ്, സ്റ്റാർ മാത്രമാണ് ഉണ്ടാവുക. മിക്കവാറും രാത്രികളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കൂടെ കാണാൻ പറ്റും? മൂൺ അല്ലേ, ചന്ദ്രൻ കൂടി ഉണ്ടാവും ആകാശത്ത് മിക്കവാറും സമയങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ. ദെൻ വി ഓൾസോ സീ ദ മൂൺ. സംടൈംസ് വി ക്യാൻ സീ എ ബ്രൈറ്റ് ഒബ്ജക്ട് വിച്ച് ഡസ് നോട്ട് ട്വിങ്കിൾ. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കുറെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെ, ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കുറെ നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി പറ്റും. ചില സമയത്ത് എന്താണ്, ചന്ദ്രനും ഉണ്ടാകും ആകാശത്തിൽ അല്ലെ. ഓൾസോ ദ മൂൺ ഈസ് ദെയർ. ആൻഡ് ദെൻ സംടൈംസ് വി ക്യാൻ സീ എ ബ്രൈറ്റ് ഒബ്ജക്ട് വിച്ച് ഡസ് നോട്ട് ട്വിങ്കിൾ. എന്താണ് മോനെ അശ്വിൻ? അശ്വിൻ പ്രോബ്ലം ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? അശ്വിന്റെ മാത്രമാണ് മോനെ, അവിടെ എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അശ്വിൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും മൂൺ അല്ലേ. ഓൾസോ മൂൺ ഈസ് ദെയർ. ആൻഡ് സം നൈറ്റ്സ് വി ക്യാൻ ഓൾസോ സീ എ ബ്രൈറ്റ് ഒബ്ജക്ട്, ഇറ്റ് ഡസ് നോട്ട് ട്വിങ്ക്ലിംഗ്. ചില സമയത്ത് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ തിളക്കത്തിൽ ഒന്നവിടെ നിൽക്കുന്ന കാണാം അല്ലെ. ചില സമയത്ത് അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കൊന്നുമില്ല. നക്ഷത്രങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. ചെറുതായിട്ട് ഇങ്ങനെ അതിന്റെ ലൈറ്റ് നോക്കുമ്പോൾ അതിങ്ങനെ അനങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? നോക്കിയിട്ടില്ലേ രാത്രി? അതായത് ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഒന്നവിടെ തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന നക്ഷത്രങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഇങ്ങനെ നന്നായിട്ട് കത്തി നന്നായി തിളങ്ങി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? നക്ഷത്രങ്ങൾ എന്താണ്, പൊതുവെ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അതിങ്ങനെ മിന്നി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് കൂടാതെ നന്നായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ ഒരു സ്റ്റാർ. അത് സ്റ്റാർ ആണോ ഒന്ന് നിങ്ങൾ ഇടയ്ക്ക് കാണാറില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ് എന്നാണ് പറയുന്നത്. ദീസ് ആർ പ്ലാനറ്റ്സ്. അങ്ങനെ നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തി നിൽക്കുന്ന കാണുന്നതാണ് എന്ത്? പ്ലാനറ്റ് അല്ലേ, ഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പ്ലാനറ്റ്സും ഉണ്ട്. സോ ചില നൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഉണ്ടാവും, ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഉണ്ടാവും ആകാശത്തിൽ. ദെൻ സംടൈംസ് ദർ ഈസ് ഓൾസോ മൂൺ, വി ക്യാൻ സീ ദ മൂൺ. ചില സമയത്ത് നമുക്ക് നോക്കിയാൽ ചന്ദ്രനെയും കാണാൻ വേണ്ടി പറ്റും. ദെൻ മിക്കവാറും സമയങ്ങളിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വസ്തു അവിടെ ഇങ്ങനെ മിന്നി നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ആകാശത്തിൽ. ദാറ്റ് ഈസ് നോട്ട് സ്റ്റാർ, ദാറ്റ് ഈസ്
പ്ലാനറ്റ്സ്. അതിനെയാണ് നമ്മൾ പ്ലാനറ്റ്, ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. Then the word planet means wanderer. A planet is different from a star. അങ്ങനെ പ്ലാനറ്റ് എന്നുള്ളത് എന്നാണ് പറയുന്നത്. പ്ലാനറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്ന് വെച്ചാൽ വാണ്ടറർ എന്നാണ്. എന്താണ് വാണ്ടറർ? വാണ്ടറർ എന്ന് വെച്ചാൽ എന്താണ്? വെറുതെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നമ്മൾ വണ്ടർ അടിച്ച് നടക്കുക എന്നൊക്കെ കേട്ടില്ലേ? അതായത് ഇങ്ങനെ വെറുതെ അലഞ്ഞു തിരിയുന്നതിനെയാണ് വാണ്ടറർ എന്ന് പറയാം. സോ പ്ലാനറ്റ് മീൻസ് വാണ്ടറർ. അത് പ്ലാനറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ് എന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ എന്തെഴുതുക? വാണ്ടറർ. സോ പ്ലാനറ്റ് ഈസ് എ വാണ്ടറർ ആൻഡ് എ പ്ലാനറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം എ സ്റ്റാർ. ഒരു പ്ലാനറ്റ് ഒരു സ്റ്റാറിൽ നിന്ന് തീർത്തും ഡിഫറെന്റ് ആണ് അല്ലെ? നക്ഷത്രവും ഗ്രഹങ്ങളും ഒരുപോലെയല്ല. നക്ഷത്രത്തിൽ നിന്ന് വേറെ തന്നെ ഡിഫറെന്റ് ആണ് എന്ത് പ്ലാനറ്റ്. സോ ഇറ്റ് ഈസ് അബൌട്ട് അവർ യൂണിവേഴ്സ് ആൻഡ് സ്കൈ, സ്റ്റാർസ്, പ്ലാനറ്റ്സ്, മൂൺ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ആകാശത്തിൽ ലുക്കപ്പ് ഇൻ ദ സ്കൈ വി ക്യാൻ സീ മെനി തൗസൻഡ്സ് ഓഫ് സ്റ്റാർസ്. ദെൻ on most of nights we also see the moon. Then sometimes we can see a bright object in the sky. It does not twinkle. That means that is a planet. Planet means wanderer. So planet and stars are entirely different. ചില സമയത്ത് ആകാശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മിന്നി തിളങ്ങിക്കൊണ്ട് ഒരുപാട് നക്ഷത്രങ്ങൾ, ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് അല്ലേ? ട്വിങ്ക്ലിംഗ് എന്താണ്? ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ അല്ലേ? അതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദെൻ മോസ്റ്റ് ഓഫ് നൈറ്റ് വി ക്യാൻ സീ ദ മൂൺ. മിക്കവാറും രാത്രികളിൽ നമുക്ക് ചന്ദ്രനെയും ആകാശത്ത് കാണാം. ദെൻ ചില സമയങ്ങളിൽ നന്നായി ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ തിളങ്ങി അവിടെ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ആകാശത്തിൽ. നമുക്ക് ചില സമയം നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് രാത്രിയൊക്കെ പോയി നോക്കുക, നക്ഷത്രങ്ങൾ ഉണ്ടോ? അത് കൂടാതെ നന്നായിട്ട് തിളങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരുപാട് നക്ഷത്രങ്ങളുടെ ഇടയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒന്ന് നിങ്ങൾ കാണാറില്ലേ ചിലപ്പോ ആകാശത്തിൽ നോക്കുമ്പോ? ബാക്കിയുള്ളതൊക്കെ കുറച്ച് മങ്ങിയ കളറായിരിക്കും അല്ലെ, സ്റ്റാറൊക്കെ. പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ കാണാറുണ്ട്. ദാറ്റ് ഈസ് പ്ലാനറ്റ്. അതാണ് പ്ലാനറ്റ്, ഗ്രഹം. സോ ദ വേർഡ് പ്ലാനറ്റ് മീൻസ് വാണ്ടറർ. ഈ പ്ലാനറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് വാണ്ടറർ എന്നാണ്. അതായത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൻ എന്നാണ് അതിന്റെ മീനിങ്. സോ എ പ്ലാനറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം എ സ്റ്റാർ. ഒരു പ്ലാനറ്റും സ്റ്റാറും എൻറ്റയർലി ഡിഫറെന്റ് ആണ് രണ്ടും അല്ലെ? രണ്ടും ഒരുപോലെയല്ല എന്നാണ് പറയുന്നത്. സോ ഫെഡ്രിൻ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച്. ഫെഡ്രിൻ, ലിസൺ. When we look up at the clear night sky, when see together of we see thousands of stars on most night. We also see the moon. Sometimes we can see a bright object which does not twinkle. These are planets. The word planet means wanderer. A planet is different from a star. Okay. Clear ആയോ ആ പാരഗ്രാഫ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? ഏതെങ്കിലും വേർഡിന്റെ മീനിങ്ങോ എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ലിസൺ. Once again, when we look up at the clear night sky, നല്ല തെളിഞ്ഞ ആകാശത്തിൽ നമ്മൾ രാത്രിയിൽ നോക്കുമ്പോൾ we see thousands of twinkling stars. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. On most night, മിക്കവാറും രാത്രികളിൽ we also see the moon. ചന്ദ്രനെയും നമുക്ക് അവിടെ കാണാം. Then sometimes we can see a bright object which does not twinkle. ചില സമയത്ത് നമുക്ക് ഒരു ബ്രൈറ്റ് ഒബ്ജക്റ്റ് അവിടെ
ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദീസ് ആർ പ്ലാനറ്റ്സ്. ഇതിനെയാണ് ഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ദ വേർഡ് പ്ലാനറ്റ് മീൻസ് വാണ്ടറർ. പ്ലാനറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? വാണ്ടറർ എന്നാണ്. ദെൻ എ പ്ലാനറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം എ സ്റ്റാർ. പ്ലാനറ്റ് എന്താണ്? സ്റ്റാറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ടാണ് അല്ലെ? നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താ വിചാരിക്കുക? നമ്മൾ അത് മുഴുവൻ നക്ഷത്രങ്ങളാണ് എന്ന് വിചാരിക്കാറില്ലേ? അത് പ്ലാനറ്റ് ആണ് എന്ന് നമുക്ക് അറിയാമായിരുന്നോ? നമ്മൾ കരുതും എന്താണ്? അതും സ്റ്റാർ തന്നെയാണ് അല്ലെ, നക്ഷത്രമാണ് അത് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അതെന്താണ്? പ്ലാനറ്റ് ആണ്. ഏതാണ്? നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന അതെന്താണ്? പ്ലാനറ്റ് ആണ്. സോ പ്ലാനറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? വാണ്ടറർ. വാണ്ടറർ ആണ് പ്ലാനറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ്. എ പ്ലാനറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം എ സ്റ്റാർ. ഒരു പ്ലാനറ്റ് എന്താണ്? സ്റ്റാറിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. കാരണം രണ്ടും ഒരുപോലെയല്ല എന്നാണ് പറയുന്നത്. ദെൻ we are going to study detailed about the stars and planets. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. A star is a huge ball of hot gases. It gives out light and heat. Planets do not have heat and light of their own. Then they appear bright because they reflect the light of the stars. They revolve around the stars. നോക്കാം അല്ലേ? A star is a huge ball of hot gases. ചൂടുള്ള വാതകങ്ങളുടെ ഒരു എന്താണ്? വലിയ ബോളാണ് എന്ത്? സ്റ്റാർ. സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ്? ചൂടുള്ള വാതകങ്ങളുടെ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വലിയ ബോള്. വലിയ ഒരു ബോളിന്റെ ഷേപ്പിലുള്ള ഒരു എന്താണ്? ഒബ്ജക്റ്റ് ആണ് സ്റ്റാർ. മനസ്സിലായോ? എ സ്റ്റാർ ഈസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഹോട്ട് ഗ്യാസസ്. ചൂടുള്ള വാതകങ്ങളൊക്കെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള വലിയ ഒരു ബോളാണ് എന്ത്? നക്ഷത്രം എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഗിവ്സ് ഔട്ട് ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഇത് വെളിച്ചവും ചൂടും പുറത്തേക്ക് വിടുന്നു അല്ലെ? സ്റ്റാറിന് എന്താണ്? നക്ഷത്രങ്ങളിൽ എന്തുണ്ടാവും? ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടാവും. കാരണം ചൂടുള്ള വാതകങ്ങളുടെ ഒരു കോംബോ ആണല്ലേ ഇത്. ഒരുപാട് ചൂടുള്ള വാതകങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള വലിയ ഹ്യൂജ് എന്താണ്? വലിയ നല്ല ഭാരമുള്ള നല്ല വെയിറ്റ് ഉള്ള എന്താണ്? ഒരു സ്റ്റാർ, ഒരു ഒബ്ജക്റ്റ് ആണ് സ്റ്റാർ. സോ സ്റ്റാറിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരും? ലൈറ്റും ഉണ്ട്, ഹീറ്റും വരുന്നുണ്ട് അല്ലെ? ചൂടും ഉണ്ടാവും, നല്ല വെളിച്ചവും ഉണ്ടാവും നക്ഷത്രങ്ങൾക്ക്. ദെൻ പ്ലാനറ്റ്സ് ഡു നോട്ട് ഹാവ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓഫ് ദെയർ ഓൺ. പക്ഷെ ഗ്രഹങ്ങൾക്ക് എന്തില്ല? നക്ഷത്രങ്ങൾക്കുള്ളത് പോലെ സ്വന്തമായിട്ട് ചൂടും ലൈറ്റും ഒന്നും അവർക്കില്ല. ഗ്രഹങ്ങൾ എന്താണ്? ഈ സ്റ്റാർ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും, അതിനെന്തുണ്ട്? നല്ല ചൂടും ഉണ്ട്, നല്ല വെളിച്ചവും പുറത്തേക്ക് വരും. ഇതിൽ നിന്ന്? സ്റ്റാറിൽ നിന്ന്. പക്ഷെ പ്ലാനറ്റ് എന്താണ്? അങ്ങനെയല്ല. പ്ലാനറ്റിന് അതിൻ്റെതായിട്ടുള്ള ലൈറ്റും വെളിച്ചവും ഒന്നും ഇല്ല. അതിന്റെ സ്വന്തമായിട്ട് അതിന് ലൈറ്റോ ഹീറ്റോ ഇതൊന്നുമില്ല. They appear bright because they reflect the light of the stars. പക്ഷെ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞു എന്താണ്? ആകാശത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് പ്ലാനറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? പ്ലാനറ്റിന് സ്വന്തമായിട്ട് ലൈറ്റോ ചൂടോ ഒന്നും ഇല്ല, പക്ഷെ അത് നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണും അല്ലേ? എന്താണ്? അതിൽ നിന്ന് ലൈറ്റ് വരാതെ എങ്ങനെയാണ് അതിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് അല്ലേ? ലൈറ്റ് ഉള്ള സാധനങ്ങളല്ലേ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുക. സോ ഇവിടെ പറയുന്നത് പ്ലാനറ്റിന് സ്വന്തമായിട്ട് ലൈറ്റും ചൂടും ഒന്നും ഇല്ല. ആൻഡ് ദേ അപ്പിയർ ബ്രൈറ്റ്. അത് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ റിഫ്ലക്ട് ദ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ്. അതിന്റെ മേലേക്ക് എന്ത് വരുന്നുണ്ട്? നക്ഷത്രങ്ങളുടെ ലൈറ്റ് ഇതിന്റെ മുകളിൽ റിഫ്ലക്ട് ചെയ്യും അല്ലെ? നക്ഷത്രങ്ങളുടെ കൂടെ തന്നെയാണ് ആര്? ഈ പ്ലാനറ്റ് ഉള്ളത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ പ്ലാനറ്റിന്റെ മുകളിൽ തട്ടിയിട്ട് അത് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്ലാനറ്റ് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ ദേ റിവോൾവ് അറൗണ്ട് സ്റ്റാർ. അത് എന്ത് ചെയ്യും? ഈ പ്ലാനറ്റ് നക്ഷത്രങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ഈ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ലൈറ്റ് പ്ലാനറ്റിന്റെ മുകളിൽ തട്ടിയിട്ട് എന്ത് തോന്നും? നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും. സോ അങ്ങനെയാണ് നക്ഷത്രങ്ങളെ പോലെ തന്നെ എന്ത്? പ്ലാനറ്റ്സും ഇത്ര ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനുള്ള കാരണം. നോക്കാം. എ സ്റ്റാർ ഈസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഹോട്ട് ഗ്യാസസ്. ചൂടുള്ള ഗ്യാസിന്റെ അല്ലെ? വാതകത്തിന്റെ എന്താണ്? ഒരു കോംബോ ആണ്, ഒരു ഹ്യൂജ് ബോൾ ആണ് സ്റ്റാർ. സോ സ്റ്റാറിന് അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ലൈറ്റും ഹീറ്റും ഉണ്ട്, ചൂടും ഉണ്ട്, വെളിച്ചവും ഉണ്ട്. പക്ഷെ planet is not like that. We already say that planet and stars are entirely different because planet has no
ഇറ്റ്സ് ഓൺ ലൈറ്റ് ആൻഡ് ഹീറ്റ്. പ്ലാനറ്റിന് എന്താണ്? അതിന് സ്വന്തമായിട്ട് ചൂടും വെളിച്ചവും ഒന്നുമില്ല. അത് നക്ഷത്രത്തിന്റെ വെളിച്ചം ഇതിന്റെ മുകളിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്ലാനറ്റ് ഒക്കെ ഇത്ര ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്ലാനറ്റ്. എപ്പോഴും അതിനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. അപ്പോൾ അതിന്റെ അകത്തു നിന്നുള്ള ലൈറ്റ് എങ്ങോട്ട് കിട്ടും? പ്ലാനറ്റിന്റെ പുറത്തും കൂടെ വരും. അങ്ങനെയാണ് പ്ലാനറ്റ് ഇത്ര ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. Then a star is a huge ball of hot gases. It gives out light and heat. അത് ചൂടും എന്താണ് ലൈറ്റും പുറത്തേക്ക് വിടുന്നുണ്ട്. Planet do not have heat and light of their own. പ്ലാനറ്റിന് വെളിച്ചവും ചൂടും ഇല്ല എന്നല്ല പറയുന്നത്. പ്ലാനറ്റിന് ലൈറ്റും ചൂടും ഉണ്ട്. പക്ഷെ അത് എവിടുന്നാ വരുന്നേ? നക്ഷത്രങ്ങളുടെ പുറത്തുനിന്നുള്ള, സ്റ്റാർസിന്റെ പുറത്തുനിന്ന് വരുന്ന ചൂടാണ് ഇവിടെ ഈ പ്ലാനറ്റിന് നമ്മൾ ഇത്ര ബ്രൈറ്റ് ആയിട്ട് കാണാനുള്ള കാരണം. ഈ പ്ലാനറ്റ് എപ്പോഴും ഇങ്ങനെ സ്റ്റാർസിന്റെ ചുറ്റും എന്താണ് റിവോൾവ് ചെയ്തോണ്ടേയിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഈ നക്ഷത്രങ്ങളുടെ പുറത്തുള്ള വെളിച്ചമൊക്കെ എങ്ങോട്ട് വരുന്നത്? പ്ലാനറ്റിന്റെ മുകളിൽ വരുന്നത്. Then the sun is actually a star because it gives out heat and light. എന്താണ്? It is about sun. ഇനി പറയാൻ വേണ്ടി പോകുന്നത് സൂര്യനെ കുറിച്ചാണ് അല്ലേ? സൺ. The sun is actually a star. സൂര്യനും എന്താണ്? ഒരു നക്ഷത്രമാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? Why? It also have heat and light. ഈ സൂര്യനും എന്തുണ്ട്? ചൂടും പ്രകാശവും ഇല്ലേ? സൂര്യൻ നന്നായി ഉദിച്ചു നിൽക്കുമ്പോൾ നമുക്ക് നല്ല ചൂടും നല്ല വെളിച്ചവും തോന്നാറില്ലേ? സൂര്യൻ ഉദിക്കുന്നില്ല എങ്കിൽ വെളിച്ചം ഉണ്ടാവുമോ? ചൂടുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സൂര്യനും പുറത്തേക്ക് എന്ത് വിടുന്നുണ്ട്? ചൂടും പ്രകാശവും വിടുന്നുണ്ട്. ഹീറ്റും ലൈറ്റും പുറത്ത് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത്? സൂര്യൻ ഒരു സ്റ്റാർ ആണ്, നക്ഷത്രമാണ് എന്ന് പറയുന്നത്. ബിക്കോസ് സ്റ്റാർസ് ഗിവ്സ് ഔട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റ്. നക്ഷത്രങ്ങളാണ് എപ്പോഴും ചൂടും വെളിച്ചവും പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് എന്താണ്? സൂര്യനും ഒരു നക്ഷത്രമാണ് എന്നാണ് പറയുന്നത്. It is a huge ball of hot gases. Surya, sun is also a huge ball of hot gases. We already say that the stars are the huge ball of hot gases. നക്ഷത്രങ്ങൾ എന്താണ്? ചൂടുള്ള വാതകങ്ങളുടെ വലിയൊരു ബോളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സൂര്യനും പുറത്തു വിടുന്ന എന്ത്? ചൂടും ലൈറ്റും പുറത്തു വിടുന്നുണ്ട്. അതുകൊണ്ട് സൂര്യനും എന്താണ്? ഒരു സ്റ്റാർ ആണ്. It is also a huge ball of hot gases. Then the earth and the other 7 planets revolve around the sun. The planets get heat and light from the sun. എന്ത് ചെയ്യുന്നുണ്ട്? The earth, ഭൂമി എന്താണ്? ഭൂമി എന്താണ്? ഒരു പ്ലാനറ്റ് ആണ് അല്ലേ? സോ അതുപോലെ ഈ നമ്മുടെ ഭൂമിയും അതുകൂടാതെ ബാക്കിയുള്ള 7 പ്ലാനറ്റും ബാക്കിയുള്ള 7 പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭൂമിയും എങ്ങോട്ടാണ്? സൂര്യന്റെ ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ദ എർത്ത് ആൻഡ് അതർ 7 പ്ലാനറ്റ്സ്, നമ്മുടെ ഭൂമിയും മറ്റ് 7 പ്ലാനറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് അറൌണ്ട് ദ സൺ, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പൊ ദ പ്ലാനറ്റ്സ് ഗെറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ. ഈ പ്ലാനറ്റിന് എന്താണ്? സൂര്യനിൽ നിന്നുള്ള ചൂടും കിട്ടുന്നുണ്ട് അല്ലെ? സൂര്യന്റെ ചൂടും തണുപ്പും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത്? നമ്മുടെ ഭൂമിക്കും സൂര്യന്റെ ചൂടും തണുപ്പും ഒക്കെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ? ഷെഫി ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു മോളെ. ഷെഫി, സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തേ. A star, a huge ball of hot gas. It gives out light and heat. Planets do not have heat and light of their own. They appear bright because they reflect the light of the stars that they
revolve around stars. The sun is actually a star because it gives out heat and light. It is a huge ball of hot gas. The Earth and the other 7 planets revolve around the sun. The planets get heat and light from the sun. okay. അപ്പോൾ stars and planets clear ആയോ അത്? Listen. A star is a huge ball of hot gases അല്ലേ? ചൂടുള്ള വാതകങ്ങളുടെ ഒരു വലിയ ബോൾ ആണ് എന്ത്? നക്ഷത്രങ്ങൾ, stars. Then it gives out light and heat. It gives out light and heat. ചൂടും എന്താണ്? പ്രകാശവും പുറത്ത് വിടുന്നുണ്ട്. ആര്? Stars. But the planet do not have heat and light of their own. പക്ഷെ പ്ലാനറ്റ്സിന് എന്തില്ല? അതിന് സ്വന്തമായിട്ട് ലൈറ്റോ ചൂടോ ഒന്നുമില്ല. അത് എന്ത് ചെയ്യുന്നു? സ്റ്റാറിന്റെ ചൂട് കൂടെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് അല്ലെ? എപ്പോഴും നക്ഷത്രങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? അതിന്റെ ലൈറ്റ് ആണ് എങ്ങോട്ട് വരുന്നത്? നമ്മുടെ പ്ലാനറ്റ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പ്ലാനറ്റ് ഇത്ര ബ്രൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. കേട്ടോ അശ്വിൻ? കേൾക്കുന്നുണ്ടോ വല്ലതും? Then the sun is actually a star because it gives out heat and light. സൂര്യനും എന്താണ്? ഒരു നക്ഷത്രമാണ്. ബിക്കോസ് അത് പുറത്ത് എന്ത് വിടുന്നുണ്ട്? എന്താണ് സൂര്യൻ പുറത്തേക്ക് വിടുന്നത്? ലൈറ്റും ഹീറ്റും അല്ലെ? ചൂടും പ്രകാശവും പുറത്തേക്ക് വിടുന്നുണ്ട്. Then it is a huge ball of hot gases. അത് ചൂടുള്ള വാതകങ്ങളുടെ ഒരു വലിയ എന്താണ്? ബോൾ ആണ്. Then the earth and the other 7 planets. എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? ഏതൊക്കെയാണ് അത്? എത്ര പ്ലാനറ്റ്സ് ആണ് ഉള്ളത്? ഏതൊക്കെയാണ് ഫെഡ്രിൻ? 7 planets. Sorry, 8 planets. Mercury, Venus, Earth, Mars, Jupiter, Saturn, കഴിഞ്ഞ ഇതൊക്കെയാണ് മോള് ദേവാഞ്ജന. Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. നെപ്റ്റ്യൂൺ. ആദ്യം എത്ര പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു? 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പ്ലാനറ്റ് എന്ത് ചെയ്തു? ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തായി. അത് ഏത് പ്ലാനറ്റ് ആണെന്ന് അറിയോ അൽന? നെപ്റ്റ്യൂൺ വരെ ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാനറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതിനെ അടുത്തടുത്ത കാലത്ത് അതിനെ എന്ത് ചെയ്തു? സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കി. ഇനി വേണ്ടാന്ന് പറഞ്ഞ് പുറത്താക്കി. അറിയില്ല അല്ലേ എൽന? കൃപയ്ക്ക് അറിയാമോ മോളെ? കൃപയ്ക്ക് അറിയാം, സൂര്യദേവിന് അറിയാന്ന് പറയുന്നുണ്ട് അല്ലേ? പ്ലൂട്ടോ. പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഒരു ചെറിയ ഗ്രഹം കൂടെ നെപ്റ്റ്യൂൺ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു? അതിന് സോളാർ സിസ്റ്റത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്താക്കി. നിങ്ങളെയൊക്കെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാറില്ലേ? നന്നായിട്ട് പഠിക്കാതെ ഒരു ഉപകാരവും ഇല്ല എന്ന് തോന്നുമ്പോ പുറത്താക്കില്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലൂട്ടോനെ പുറത്താക്കി സോളാർ സിസ്റ്റത്തിൽ നിന്ന്. അങ്ങനെ 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയുണ്ട്? 8 പ്ലാനറ്റ്സ് ആർ there. That is Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. Then Neptune കഴിഞ്ഞിട്ട് പ്ലൂട്ടോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. Then stars and planets. Clear ആയോ അത്? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. Then the solar system. സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലേ? നമ്മുടെ പ്ലാനറ്റ്സും
സൂര്യനും ഒക്കെയുള്ള സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ദ സോളാർ സിസ്റ്റം. The sun and the 8 planets belong to the family called the solar system. The sun is the main source of energy in our solar system. Then the planet Mercury is closest to the sun, followed by Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. They revolve around the sun in fixed path called orbits. നോക്കാം നമുക്കല്ലേ, സൂര്യനും അതിന്റെ ചുറ്റുമുള്ള 8 പ്ലാനറ്റ്സും കൂടി ഉള്ളതാണ് എന്ത്, സോളാർ സിസ്റ്റം അല്ലേ. അതായത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ, ഇതാണ് ദ സൺ ആൻഡ് ദ 8 പ്ലാനറ്റ്സ്. സൂര്യന് ചുറ്റും എന്തുണ്ട്, അതിനെ ചുറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി 8 ഗ്രഹങ്ങളും ഉണ്ട്. 9 ഗ്രഹങ്ങളായിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഒന്നിന്റെ പേര് കുറഞ്ഞു അല്ലേ. ഇപ്പൊ 8 ഗ്രഹങ്ങളേ ഉള്ളൂ. 2008 2006 മറ്റോ ആണ് അതിനെ എന്ത് ചെയ്തത്, ഗ്രഹങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്. സോ the sun and the 8 planets belong to the family called the solar system. സൂര്യനും അതിന്റെ 8 ഗ്രഹങ്ങളും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് എന്ത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സൗരയൂഥം അല്ലേ, സൗരയൂഥം എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഇസ് സോളാർ സിസ്റ്റം. ദെൻ ദ സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഇൻ അവർ സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ് ആരാണ്, സൂര്യനാണ്. സൂര്യനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി സോഴ്സ്, അല്ലെങ്കിൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, സൺ. സോ സൺ ഈസ് ദ മെയിൻ എനർജി സോഴ്സ്. ദെൻ the planet Mercury is closest to the sun. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് ഏതാണ്? ഈ പിക്ചറിൽ നോക്കിയാൽ സൂര്യന്റെ ഏറ്റവും അടുത്ത് ആരാണുള്ളത്, ആരോൺ? മെർക്കുറി. മെർക്കുറി. ജൂപ്പിറ്റർ ആണോ അൽന? ജൂപ്പിറ്റർ എവിടെയാണുള്ളത്? സൂര്യനോട് ഏറ്റവും അടുത്തുള്ളത് ആരാണ്, മെർക്കുറി ആണ് അല്ലെ. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്കറിയാം. അല്ല മോളെ വീഡിയോ ഓൺ ചെയ്തേ ദേവപ്രിയ. ദേവപ്രിയ, അപ്പൊ സൂര്യനോട് ഏറ്റവും അടുത്തുള്ളത് ആരാണ്, മെർക്കുറി ആണ്. ദെൻ അതിനോട് ചേർന്നിട്ടാണ് ആരൊക്കെ, വിനസ്. ദെൻ മെർക്കുറി കഴിഞ്ഞാൽ വിനസ് ആണ്, പിന്നെ എർത്ത്, ദെൻ മാർസ്, ദെൻ ജൂപ്പിറ്റർ, ദെൻ സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും അവസാനമുള്ളത്. സോ ദേ റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, സൂര്യൻ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ഇൻ എ ഫിക്സഡ് പാത്ത്, ഒരു കൃത്യമായ ലൈനിലെ കൂടി അല്ലെ, വഴിയിലെ കൂടി. എപ്പോഴും കറങ്ങുന്ന, അവർക്ക് തോന്നിയ വഴിയിലെ പോകാൻ വേണ്ടി പറ്റുമോ? പറ്റൂല. എന്ത് വേണം, അവർക്ക് കൃത്യമായിട്ട് കറങ്ങുന്ന ഒരു വഴിയുണ്ട്. അതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഭ്രമണപഥം എന്ന് മലയാളത്തിൽ പറയും, ഓർബിറ്റ്. സോ they revolve around the sun in a fixed paths called orbits. ഭ്രമണപഥം എന്ന് പറയും. അതായത് ഈ ഗ്രഹങ്ങള് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇവരിങ്ങനെ എല്ലാ സമയവും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെ കൂടെയാണ്, ഒരു കൃത്യമായ വഴിയിലെ കൂടാണ് അല്ലേ. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോവുകയാണ് അല്ലെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ടൗണിലേക്ക് പോവാണ്. അതിന് എന്തുണ്ട്, ഒരു കൃത്യമായ വഴിയുണ്ട് അല്ലേ, നമ്മൾ അതിലെ കൂടെ തന്നെ പോകണം അല്ലേ. അപ്പൊ അതുപോലെയാണ് ഈ പ്ലാനറ്റ്സിന്റെ കാര്യം. അവർക്ക് ഇങ്ങനെ സണ്ണിനെ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്, കറക്റ്റ് വഴിയുണ്ട്, അതിൽ കൂടെ മാത്രമേ പോകാൻ വേണ്ടി പാടുള്ളൂ. അതിനെയാണ് ഓർബിറ്റ്സ്, ഭ്രമണപഥം എന്ന് പറയുന്നത്. ഭ്രമണം എന്താണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. സോ അതിനുള്ള വഴി അല്ലേ, എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാനുള്ള വഴിയാണ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ലിസൺ വൺസ് അഗെയിൻ. അല്ല മോളെ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു മോളെ, ഓർബിറ്റ്സ് വരെ. The solar system. The sun and the 8 planets belong to a family called the solar system. The sun is the main source of energy in our solar system. The planet Mercury is closest to the sun. Closest
to the sun, followed by Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. They revolve around the sun in fixed paths called orbit. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ദ സൺ ആൻഡ് ദ 8 planets belong to the family is called the solar system. Then the sun is the main source of energy in our solar system. Then the planet Mercury is closest to the sun. Which is the closest planet to the sun? Is Mercury. Mercury ആണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്. Then followed by Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. ഇതൊക്കെ എന്താണ് അതിന്റെ പുറകെ വരുന്നുണ്ട്. They revolve around the sun in a fixed path called orbit. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്ത്? What is orbit? It is the fixed path to revolve the sun, the planets. അല്ലേ? ഗ്രഹങ്ങൾക്ക് സൂര്യനെ ചുറ്റാനുള്ള ഫിക്സഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പാത്താണ് എന്ത്? ഓർബിറ്റ്. എന്ത്? ഓർബിറ്റ് ഭ്രമണപഥം എന്ന് പറയും. അതായത് അതിന് കറങ്ങാനുള്ള വഴി. ഓക്കെ, then next paragraph. Earlier there were 9 planets. We already പറഞ്ഞു അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. earlier മുമ്പ് അതെന്തായിരുന്നു? 9 planets ഉണ്ടായിരുന്നു, 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പ്ലൂട്ടോ വാസ് ദ 9th planet. എന്താണ്? 9ാമത്തെ ഗ്രഹം അല്ലേ? നെപ്റ്റ്യൂൺ കഴിഞ്ഞിട്ട് വരുന്നത് ആരായിരുന്നു? പ്ലൂട്ടോ ആയിരുന്നു. However, Pluto is no longer considered as a planet. പക്ഷെ ഇപ്പൊ എന്താണ്? പ്ലൂട്ടോനെ ഒരു ഗ്രഹമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. It was a dwarf planet in 2006 and a Plutoid in June 2008. അതിനെ എന്ത് ചെയ്തു? കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചു. പ്ലൂട്ടോ എന്താണ്? നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തില് ഏറ്റവും ചെറുതാണ്, ഏറ്റവും കുഞ്ഞനാണ് ആര്? പ്ലൂട്ടോ. അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ട് സോളാർ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെ എന്ത് ചെയ്തു? സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കി. 2006 അതിനെ എന്ത് ചെയ്തു? പെട്ടെന്ന് അങ്ങനെ പുറത്താക്കുമ്പോൾ എന്ത് ചെയ്യും? പ്ലൂട്ടോക്ക് വിഷമാവും അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? 2006 പറഞ്ഞു അത് കുള്ളൻ ഗ്രഹമാണ്, അത് ഏറ്റവും കുഞ്ഞനാണ്, ചെറുതാണ്, ആവശ്യമില്ല എന്ന് പറഞ്ഞവിടെ നിർത്തി 2006. പിന്നെ 2008 എന്ത് ചെയ്തു? അതിനെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കി. കുറച്ച് നേരത്തെ പറഞ്ഞു വെച്ചു അല്ലേ? ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. വളരെ ചെറിയ ഗ്രഹമാണ്, കുഞ്ഞൻ ഗ്രഹമാണ് എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പുറത്താക്കുമ്പോൾ ഒരു വിഷമാവണ്ടെന്ന് കരുതി എന്ത് ചെയ്തു? 2006 ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് 2008 അതിനെ പുറത്താക്കി. സോ അതിനെ കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആരെ? പ്ലൂട്ടോനെ in 2008. Okay. Earlier there were 9 planets. Pluto was the 9th planet. However, Pluto is no longer considered as a planet. അതുകൊണ്ട് പ്ലൂട്ടോനെ ഇപ്പോൾ ഒരു പ്ലാനറ്റ്, ഒരു ഗ്രഹമായിട്ട് അതിനെ കണക്കാക്കാനേ പറ്റില്ല. It was called a dwarf planet in 2006 and a Plutoid in June 2008. അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് ആണ് എന്ന് എപ്പോൾ പറഞ്ഞു? 2006 പറയുകയും 2008 അതിനെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ദേവാഞ്ജന വായിച്ച മോളേത് ആ പാരഗ്രാഫ്? ചെറിയൊരു പാരഗ്രാഫാണ്. യെസ്, earlier മുതൽ. Earlier there were 9 planets. Pluto was the 9th planet. However, Pluto is no longer considered a planet. It was called a dwarf planet. It 2006 and a Plutoid in June 2008. ഓക്കെ, അപ്പോൾ പറഞ്ഞല്ലോ 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 9ാമത്തെ ഗ്രഹമായിരുന്നു പ്ലൂട്ടോ. അതിനെ കുള്ളൻ ഗ്രഹമാക്കിയിട്ട് ചെറിയത് അല്ലേ? കുള്ളൻ എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ അല്ലേ? വളരെ ചെറുതാണ്, ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് എന്ന് അതിനെ 2006 പറയുകയും then 2008 അതിനെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സോ
മതി നമുക്ക്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമ്മുടെ ടൈം കഴിഞ്ഞ് 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പോർഷന്റെ വെതർ, ചേഞ്ചിങ് വെതറിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് തന്നെ തരാം. ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തരുന്നില്ല, രാത്രിയിൽ തരാം. രാവിലെ ഇനി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ ഗ്രൂപ്പിൽ അതിൻ്റെ ഇടയിൽ ആയിപ്പോണ്ട. അതുകൊണ്ട് രാത്രി ആകുമ്പോൾ തരാം. എഴുതി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരിക. ഇത്രയും പോർഷൻസ്, ഇത്രയും എടുത്ത ഭാഗം നന്നായി വായിച്ച് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് വേണം